വാചകരാജയുടെ ചീഫ് ജൂറി മെമ്പർ ശ്രീ മണിയൻപിള്ള രാജു, ഡോക്ടർ രാധിക സി നായർ, സർഗപ്രതിഭയുടെ തലപ്പാവ് എന്തുകൊണ്ടും അണിയാൻ യോഗ്യനായ ആ കലാകാരൻ പ്രിയ സുഹൃത്ത് ശ്രീ മധുപാൽ. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ ഡോക്ടർ PA പ്രവീൺ. എന്താണ് ഡോക്ടർ പ്രവീൺ? ചട്ടമ്പി സ്വാമി. ചട്ടമ്പി സ്വാമികളാണ് താങ്കളുടെ റോൾ മോഡൽ. സംസാരിച്ചു തുടങ്ങാം താങ്കൾക്ക് ഇപ്പോൾ മുതൽ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഓഗസ്റ്റ് മാസത്തിലെ ഒരു സായം സന്ധ്യയിൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലെ കായൽക്കാറ്റേറ്റുകൊണ്ട് ഞാനും എന്റെ സുഹൃത്തുമായി നടന്നു നീങ്ങുമ്പോൾ അങ്ങകലെ ഒരു ജയന്തി ആഘോഷത്തിന് വേണ്ടി ഉയർത്തിയ കുങ്കുമവർണ്ണ കമാനത്തിൽ എഴുതി വെച്ചിരുന്ന പേര് കണ്ടിട്ട് എന്റെ പ്രിയ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ആരെങ്കിലും ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു പേരിടുമോ എന്ന്. അല്പം പരിഹാസം കലർന്ന അതിശയഭാവത്തോടു കൂടി നിന്ന് എന്റെ സുഹൃത്തിന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, പ്രിയ കൂട്ടുകാരാ, 115 വർഷങ്ങൾക്ക് മുമ്പ് ഈ എറണാകുളത്തിന്റെ മണ്ണിനെ സ്വന്തം പാദസ്പർശത്താൽ ധന്യമാക്കിയ ഭാരതം കണ്ട മഹാനായ സന്യാസി ശ്രേഷ്ഠൻ ഈ മനുഷ്യനെ നേരിൽ കണ്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അസാധാരണനായ ഒരു മനുഷ്യനെ കണ്ടുവന്ന്. പറഞ്ഞത് മറ്റാരുമല്ല, സ്വാമി വിവേകാനന്ദനാണ്. പറഞ്ഞത് മറ്റാരെ കുറിച്ചുമല്ല, ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളെ കുറിച്ചാണ്. ഈ ഭാരതത്തിന്റെ മുക്കും മൂലയും സഞ്ചരിച്ചു വന്ന സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ അർത്ഥം ലഭിച്ചത് ഭ്രാന്താലയം എന്ന് വിശേഷിക്കപ്പെട്ട ഈ കേരളത്തിൽ ജീവിച്ച സാധാരണക്കാരനായി ജീവിച്ച അസാധാരണ മനുഷ്യനിൽ നിന്നായിരുന്നു. തന്റെ സർവജ്ഞതയും സമദർശിത്വവും മാനവ സമൂഹോദ്യതിക്ക് വേണ്ടിയിട്ടുള്ള അടങ്ങാത്ത അഭിവാഞ്ചയും സാംസ്കാരിക സമത്വത്തിന്റെ സാർവജനീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള സുധീരമായ പോരാട്ടവും കൊണ്ട് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലും കേരള സമൂഹത്തെ ഗ്രസിച്ചിരുന്ന അജ്ഞതയുടെ അന്ധകാരത്തിനുമേൽ ഉദിച്ചു നിന്ന ആധ്യാത്മിക സൂര്യനായിരുന്ന ചട്ടമ്പി സ്വാമി തിരുവടികൾ തന്നെയാണ് എന്റെ ആരാധ്യ പുരുഷൻ. തന്റെ മുന്നിലുള്ള സർവ്വപ്രതിനിധികളെയും തച്ചുകൊടുത്ത ശ്രീ വിദ്യാധിരാജനെ മനസ്സിലോട് ചേർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, ശ്രീ വിദ്യാധിരാജ പരമപട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികളാണ് എന്റെ ആരാധ്യ പുരുഷൻ. മനോഹരമായിരുന്നു പ്രവീൺ, മനോഹരമായിരുന്നു. രാജേട്ടാ, ഈ പ്രസംഗ പ്രതിഭയെ എങ്ങനെ വിലയിരുത്താം? ഈ പ്രസംഗ കലയിലെ അദ്ദേഹത്തിന്റെ എന്താ പറയാ, ആ കഴിവ് അതിഗംഭീരമായിട്ട് നമുക്ക് മനസ്സിലായി. വാക്കുകൾക്ക് വേണ്ടി ഒരു സെക്കൻഡ് ഒരു കണ്ണ് മുകളിലോട്ട് പോവുക അല്ലെങ്കിൽ അതിനുവേണ്ടി സംശയമോ കാത്തിരിപ്പോ ഒന്നുമില്ലായിരുന്നു. നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു ചട്ടമ്പി സ്വാമികളെ കുറിച്ച്. ഇതിനപ്പുറം ഈ നിമിഷങ്ങൾക്കുള്ളിൽ ഇത്രയും കാര്യങ്ങൾ വേറെ ആർക്കും പറയാൻ പറ്റില്ല. അതിഗംഭീരമായിരുന്നു. രാധിക, നന്നായിട്ട് പോയി, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഒരു നിമിഷം പോലും പ്രവീൺ വാക്കിന് വേണ്ടി തപ്പിത്തടയുകയോ ആലോചിക്കുകയോ ഒന്നും ചെയ്തില്ല. എക്സലന്റ്. 2 മിനിറ്റിനുള്ളിൽ ഒരുപാട് വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരാളെ കുറിച്ച് പറയുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നടക്കാത്ത കാര്യമായിട്ടാണ്. ആ ഒരു അർത്ഥത്തിൽ പ്രവീൺ വളരെ ഗംഭീരമായിട്ട് ഒരു നൂറ്റാണ്ട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇപ്പോഴും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇൻഫോർമേറ്റീവായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് എനിക്കതിനകത്ത് തോന്നിയൊരു കാര്യം. പ്രവീൺ, പ്രഭാഷണം എന്ന പ്രകർഷണ സംഗമം എന്ന പ്രസംഗ കലയിൽ പ്രവീണിന് നല്ല പ്രാഗൽഭ്യമുണ്ട്. പ്രവീണ് വളരെയധികം അറിവ് ഈ വിഷയത്തെക്കുറിച്ച് പ്രവീണിനുണ്ട്. നന്നായി പ്രസംഗിച്ചു.